ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. യെസ്, അവർ ഹാപ്പി ഫേസിൽ ഞാനിന്ന് ഒറ്റയ്ക്കാണ് വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ മെട്രോയിലാണിന്ന് പോകുന്നത്. മെട്രോയിൽ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വൺ ഓഫ് ദി ഫേമസ് ഇവൻറ്റ്, അതായത് ഫ്രീ ഇവൻ്റ് ഒരെണ്ണം നടക്കുന്നുണ്ട്. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ദുബായിലെ എമിറേറ്റ്സ് ലവ് ഇന്ത്യ എന്ന് പറയുന്നൊരു ഇവൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇറ്റ്സ് എ ഫ്രീ ഇവൻറ്റ്. ഇറ്റ്സ് ഗോണ ടേക്ക് പ്ലേസ് ഇൻ സബീൽ പാർക്ക്. ഓക്കെ, എന്ത് പറഞ്ഞാലും ഒരു സൗണ്ട് ഉണ്ടാക്കുകയാണല്ലോ. ഓക്കെ, ഡോർസ് ക്ലോസ് ദ ഡോർ. ഓക്കെ, അപ്പോൾ ആ ഡോർസ് ക്ലോസ് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് സൗണ്ട് ഉണ്ടാവില്ല എന്ന്. നീരജ് മാധവ്, നെഹ കക്കർ, മിൽഖ സിംഗ്, അങ്ങനെ ഫേമസ് ആളുകളെല്ലാം വന്നിട്ടുള്ള ഒരു ലൈവ് ഇവൻ്റാണ് ദ വിൻ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന പോലെ നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടി നമ്മൾ ഇന്ത്യക്കാർ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഗംഭീര പരിപാടിയാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഞാൻ വണ്ടിയിൽ നിന്ന് മെട്രോയിലിട്ടതിന് ശേഷം മെട്രോയിൽ കയറി പോകും, കാരണം അവിടെ നല്ല തിരക്കായിരിക്കും. മോമോ ഇല്ല അവിടെ, അതുകൊണ്ട് ഐ എം ചില്ലിങ് എലോൺ. ഞാൻ അവളും ഉണ്ടാവും ഈ പരിപാടിക്ക്. അൺഫോർച്ചുനേറ്റ്ലി ഷീ ഈസ് നോട്ട് ഹിയർ. സോ ലെറ്റ് us see എന്താ അവിടെ പരിപാടി എന്നുള്ളത്. ലൈവ് പരിപാടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 o'clock ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കൾച്ചറൽ ഇവൻറ്റ്സ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞത്. നല്ല ആഡ് ഉണ്ടായിരുന്നു. ഫ്രീ എൻട്രി ആയതുകൊണ്ട് ആൾക്കാരും ഉണ്ടാവുന്നതാണ്. എന്തായാലും ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3:30 ആവുന്നു. ആ ഒരു ടൈമിൽ ഞാൻ കയറി കഴിഞ്ഞ് ഞാൻ ഫുൾ ഇവൻറ്റ് വരെ നിൽക്കുമെന്ന് അറിയില്ല, നോക്കി നോക്കാം. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങി ഇതേ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചധികം നടക്കാണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ, വിചാരിച്ചേക്കാളും കൂടുതൽ തിരക്കുണ്ട്. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യക്കാരുടെ ഇവൻ്റായിട്ട് ഒരു ഭയങ്കര അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, എമിറേറ്റ്സ് ലവ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നെക്സ്റ്റ് തിങ്, മെയിൻലി ഇറ്റ്സ് ഫ്രീ രജിസ്ട്രേഷൻ ചെയ്തിട്ട് പോകുന്നൊരു ഇവൻ്റ് ആയതുകൊണ്ട് അതിൻ്റേതായ നല്ല തിരക്ക് കാണാനുണ്ട്. എന്തായാലും ഇനി അവിടെ പോയി നോക്കട്ടെ. നമ്മൾ സബീൽ പാർക്കിൻ്റെ അവിടെ എത്തി. ആ ഫ്രെയിം കണ്ടോ, ആ പാർക്കിൻ്റെ ഉള്ളിലാണ് ഇവൻ്റ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഗേറ്റ് നമ്പർ 3 എന്നാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, എൻട്രി കിട്ടുന്നത് ഗേറ്റ് നമ്പർ 1ഉം 3ഉം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് കയറുക. നോക്കിയേ, നല്ല തിരക്കായി തുടങ്ങി, ആൾക്കാരൊക്കെ ഫുള്ളാണ്. അവിടെ നോക്ക്, എൻ്റെ അമ്മേ, തീരുമാനം മോശമായോ. പിന്നെ മെയിൻ കാര്യം, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, മോമോ വന്നിട്ടില്ല. കുറച്ച് നേരമൊക്കെ നോക്കി പരിപാടി എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞ് ബോറാണെന്ന് വെച്ചാൽ തിരിച്ചു പോവും, അല്ല കുഴപ്പമില്ലാന്ന് വെച്ചാൽ കുറച്ച് നേരം കൂടി ഹാങ് ഔട്ട് ചെയ്യണം. കുറേ ഇവൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, പല സ്റ്റേറ്റ്സിൻ്റെയും സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും നമ്മൾ ഇന്ത്യക്കാരാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ തന്നെയല്ലേ അവിടെ ഉണ്ടാവേണ്ട. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ഇന്ത്യൻ ട്രഡീഷൻ എന്നൊക്കെ പറയാമല്ലോ, ഇന്ത്യൻ ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത്. നമ്മുടെ സൈക്കിൾ റിക്ഷ അതേപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയാണ് എൻട്രൻസിൻ്റെ അവിടെ വലിയൊരു ആനയൊക്കെ ഉണ്ട് കേട്ടോ. ആന വെൽക്കം ചെയ്തിട്ട് ഇങ്ങനെ വരുന്നു. അങ്ങനെ ഫുള്ള് നമ്മുടെ ഒരു ഇന്ത്യൻ വൈബാണ്, കളർഫുള്ളാക്കിയിട്ട് പട്ടം ആ ടൈപ്പ് ഓഫ് ഡെക്കറേഷൻസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറച്ചൊക്കെ കാണിച്ചു തരാം, നോക്ക്, കണ്ടോ ഇത് നോക്കിയേ, ഈ ഒരു ഡെക്കറേഷൻ ഫുള്ള് ഇന്ത്യൻ വൈബ്. ഇന്ത്യൻ കൾച്ചറൽ പ്രോഗ്രാം ആണല്ലോ, എന്താണ് എമിറേറ്റ്സ് ലവ് ഇന്ത്യ എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണല്ലോ, അപ്പോൾ ഇന്ത്യൻ തന്നെയല്ലേ വേണ്ടത്. ഞാൻ എന്തൊക്കെയാണ് പറയണത്. ഇത് നോക്കുക, ഈ ഭാഗത്തൊക്കെ ഓരോ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പാട്ട് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഉള്ളൊരു സ്റ്റേജിൽ. അവിടെ എന്തോ ഒരു ഇവൻ്റ്, ഒരു പ്രൊസഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതവിടെ പോയി നോക്കാം. നല്ല പാട്ടും കാര്യങ്ങളും, ഭയങ്കര സൗണ്ടാണ് ഇവിടെ, നല്ല ലേളയാണ്. ഇവൻ്റ് കുറച്ചുകൂടി ഇവൻ്റ് സ്റ്റാർട്ടായി കഴിഞ്ഞ് ഇതൊന്നും ആവില്ല. പാർക്ക് ഫുള്ള് അവിടെ ഇന്ത്യൻസ്. നമ്മളാണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തോ ഒരു കൊട്ടുംപാട്ടം തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും തന്നെ കൊട്ടുംപാട്ടം ലഹള, നമ്മുടെ ഇന്ത്യൻ കൾച്ചർ. ഇത് സൂപ്പറാന്ന് ആയിക്കോട്ടെ.
വളകളൊക്കെ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ഹാൻഡ് മെയ്ഡ്, ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് വളയാണ് കേട്ടോ. ഹാൻഡ് മെയ്ഡ്, അതായത് അത് ഇട്ടിട്ട് ഇങ്ങനെ റോളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ഒരു വള. ഡിസ്പ്ലേ ബന്ധന ആ സാധനം വെച്ചിട്ടാണ് അവർ ഈ വള ഉണ്ടാക്കുന്നത്. നൈസ് നൈസ്. ഇങ്ങനെ ഓരോരോ ഇവൻറ്റുകൾ, ഓരോ കൾച്ചറൽ ഇവൻറ്റുകൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് സൂപ്പറായിട്ട് ഒരു കുതിരക്കളിയും കാര്യങ്ങളൊക്കെ. ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് നൈസ്. നമ്മുടെ പാനിപ്പൂരി, ഗോൾഗപ്പ, ചാട്ട്, സമൂസ, ഓ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഓൾ ഇന്ത്യൻ ഫുഡ്സ്. ഇറ്റ്സ് നൈസ്. നമുക്ക് എല്ലാ ഇന്ത്യൻ ഫുഡ്സും ഇവിടെ അവൈലബിൾ ആണ്. ചാട്ട്, പാനിപ്പൂരി. എൻ്റെ വൈഫ് ഉണ്ടാവുക, അതിരുന്ന് നന്നായി. അവളുണ്ടെങ്കിൽ ഈ ഒരു കോർണറിൽ തന്നെ ആവും ഫുൾ ടൈം ഉണ്ടാവുക. ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് നൈസ്. ഒരു ക്യാൻഡിൽ ഷോപ്പ് കാണിച്ചു തരണം, ഒരു വെറൈറ്റി ക്യാൻഡിൽ ഷോപ്സ്. അതായത് ഇത് ഹാൻഡ് മെയ്ഡ് ആണോ എങ്ങനെയാണെന്ന് അറിയില്ല, കാണാൻ നല്ല രസമുള്ളതാണ്. പക്ഷേ ओके 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 इट मींस इसमें हार्मफुल नहीं है, कुछ नहीं है. ഓക്കെ, നല്ല സ്മെല്ലുണ്ട് കേട്ടോ, ശരിക്കും നല്ല സ്മെല്ലുണ്ട്. ഇതൊന്ന് റോസിൻ്റെ ആണോ? ഓ നൈസ് നൈസ് നൈസ്. കുറേ വെറൈറ്റി ഉണ്ട് അവർ, കുറേ. Okay, okay. You have online page and they can order it from. Yes, order. I made the candle customized candle according your need. ഓ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവരത് കസ്റ്റമൈസ് ചെയ്യും. കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈനിൽ അവരുടെ ഇൻസ്റ്റാ പേജ് ത്രൂ തന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ശരിക്കും ഓരോരോരോ സ്റ്റേറ്റ്സിൻ്റെ സ്റ്റോളുകളാണ് ഇവിടെ കൂടുതലുള്ളത്. ഫുഡ് സ്റ്റാളിൻ്റെ അതിൽ കൂടെ ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഫുഡ് സ്റ്റാളിൻ്റെ അടുത്ത് തന്നെ പല വെറൈറ്റി, ഇതേപോലെ ഞാൻ നേരത്തെ കാണിച്ചത് ക്യാൻറ്റിൽ അങ്ങനത്തെ, പിന്നെ ഡ്രസ്സുകൾ, ഓർണമെൻറ്റ്സ്, അങ്ങനെയായിട്ടുള്ള സ്റ്റോളുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഫുഡ് സ്റ്റോളിലും നല്ല തിരക്കാണ്. ഈ ഒരു സ്നാക്സിൻ്റെ ടൈം ആയതുകൊണ്ട് എല്ലാ ഫുഡ് സ്റ്റോൾസും നല്ല ഫുള്ളാണ്, ക്രൗഡഡ് ആണ്, തിരക്കിലാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, ഒരു മെയിൻ സ്റ്റേജ് സെൻറ്ററിൽ വരുന്നു, അതിന് ചുറ്റും ആളുകൾ ഇരിക്കുന്നു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇരിക്കാം. VIP-കൾക്ക് ഫ്രണ്ടിൽ പാസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ ഫുള്ള് ഫുഡ് സ്റ്റാളാണ് കേട്ടോ. ഈ ഫുഡ് സ്റ്റാളിൽ നിന്ന് നമ്മൾ തൊട്ട് ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണുന്ന ഒരു സ്ഥലം കാണിച്ചിട്ട്, ഇവിടെ മുഴുവൻ ടേബിൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ഫുഡ് മേടിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് നമുക്ക് ഇരുന്ന് സമാധാനമായിട്ടിരുന്ന് കഴിക്കാം. അത് നല്ലൊരു കൺസെപ്റ്റായി. കാരണം ഈ ഭാഗത്ത് മുഴുവൻ ഫുഡ് സ്റ്റോള്, ഈ അറ്റം മുതൽ ഫുള്ള് ഫുഡ് സ്റ്റോളാണ്. ഇങ്ങനെ ഒരു അറ്റത്തുനിന്ന് ഒരു അറ്റം വരെ ഫുഡ് സ്റ്റോള് പോകുന്നു. ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുക, ഇത് കഴിഞ്ഞിട്ട് തന്നെ ഈ സൈഡിൽ പോയിരുന്നിട്ട് അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാം. ദാറ്റ്സ് നൈസ്. അത് സൂപ്പറായിട്ടാ, ഇരിക്കാനും ഒത്തിരി അടുത്തായി. അത് സൂപ്പറായി. നമുക്ക് ഇരുന്ന് കഴിക്കാനായാലും കാര്യങ്ങൾക്കായാലും നല്ലൊരു സ്പോട്ടും. പിന്നെ ഇവിടെ ഇരുന്ന് എനിക്ക് വന്ന് സ്റ്റേജും ഉണ്ട്. ഇവിടെ സ്ക്രീനുണ്ട്. ഈ സ്ക്രീൻ ഉള്ളത് കൊണ്ട് കാണാണ്ടോ, സ്ക്രീൻ ഉള്ളതുകൊണ്ട് ഇവിടെ ഇരുന്ന് തന്നെ കാണിച്ച് പരിപാടി കാണാം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇരുന്നിട്ട് പരിപാടി കാണാൻ നല്ല രസമാവും എന്നുള്ളത്. ഞാൻ ഇവിടെ ഇരുന്ന് ഈ ടേബിൾ യൂസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ടേബിളിൽ ഇരുന്ന്, ഇവിടെ ആരുമില്ല, ഞാനും മാത്രം എൻ്റെ ടേബിളിൽ ഇങ്ങനെ ഇരുന്ന് അവിടെ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്, അവിടെ സ്റ്റേജിൽ പരിപാടി നടക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ സ്ക്രീനുണ്ട്. ഇത് രണ്ടും കൂടി ഇരുന്ന് സുഖമായിട്ടിരുന്ന് പരിപാടി കാണാം. നമ്മുടെ ദുബായ് ഫ്രെയിം ഇതേ ബാക്ക്. ഇവിടെ ഈ ലേറ്റ് ആവും തോറും, ഈവനിങ് ആവും തോറും ആൾക്കാരെ ക്രൗഡ് നല്ല ക്രൗഡായി തുടങ്ങും. നല്ല ക്രൗഡ്, നല്ല സൂപ്പർ ഒരു അടിപൊളി ക്രൗഡായി തുടങ്ങി. നോക്കി ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗെല്ലാം വീശി എങ്ങനെ അവിടെ ഒരു ഫുൾ ടീം നിൽക്കുന്നത് കാണാം. സ്റ്റേജിനോട് തൊട്ടടുത്തായിട്ട് കണ്ട അവിടെയൊക്കെ ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെ വീശി നിൽക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വി വിൽ ഫീൽ സംതിങ് പ്രൗഡ്. എവിടെ നമ്മൾ നിൽക്കുന്നത്, എവിടെ ഇതേന ദുബായ് ഫ്രെയിം കഴിഞ്ഞത് ഇവിടെയാണ് നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് വീശിക്കൊണ്ടിരിക്കുന്നത്. വിൽ ഫീൽ സംതിങ് പ്രൗഡ് ഇനഫ്നോ, പ്രൗഡ് മൂമെൻറ്റിനോ, അങ്ങനെ പലതും പറയാം. സംതിങ് റിയലി ഗ്രേറ്റ്. എമിറേറ്റ്സ് ലവ് ഇന്ത്യ. പിന്നെ വേറൊരു കാര്യം, എല്ലാവരും നല്ല ക്ഷമയോടെ ഇരിക്കുകയാണ് കേട്ടോ. ഇവൻ്റ് കാണാനായിട്ട് എല്ലാവരും നല്ല ക്ഷമയോടെ ഇരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് 5:30 ആവുന്നേ ഉള്ളൂ. ആ ഒരു ടൈമായിട്ട് നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാവരും നല്ല സൂപ്പറായിട്ട് ഇരിക്കാനും നല്ല സൗകര്യമുണ്ട്. ആ രീതിക്ക് എല്ലാമായിട്ട് ഇതേ ഇവിടെ നോക്കി കാണാം. ഒരാളും വലിയ തിക്കും തിരക്ക് ലഹള അങ്ങനെയൊന്നുമില്ല. ഫുള്ളായി ഗ്രൗണ്ട്, ഏകദേശം ഫുള്ളായി. ഏകദേശം അല്ല, ഗ്രൗണ്ട് ഫുള്ളാണ്. എല്ലാവരും പരിപാടി സ്റ്റാർട്ട് ചെയ്യാനുള്ള വെയിറ്റിംഗ് തന്നെയാണ്.
നിങ്ങൾക്ക് ദുബായിൽ ഇന്ത്യക്കാർ മാത്രം കാണണം, ഇന്ത്യക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കാണണം. നോക്ക്, ഫുൾ ഇന്ത്യൻസ്. ഇവിടെ ആക്ച്വലി വെന്യൂ ഫുള്ള് ലൈറ്റപ്പ് ആയപ്പോൾ നല്ല ലുക്കായിട്ടാണ്, നല്ല മാലബൾബും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഈ വാക്ക് വേ നമ്മൾ കയറി വന്ന ഒരു വഴിയില്ലേ, അവിടെയൊക്കെ ലൈറ്റ്സ് ഓണായപ്പോൾ ഭയങ്കര രസമായി. ഞാൻ കാണിച്ചു തരാം, നോക്കി. സോ അങ്ങനെ പരിപാടി അവിടെ ലൈവായിട്ട് നടക്കുന്നു. ഇനി ഒത്തിരി നേരം നിന്നാൽ ലേറ്റാവും. അപ്പോൾ ഞാൻ ഇനി ഒത്തിരി വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ചെറിയ ഐഡിയ ഗ്ലിംസ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തന്നു, എന്താണ് അവിടെ നടക്കുന്നത്. പിന്നെ അവിടെ സ്റ്റേജ് ഷോ നടക്കുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ ഓൾറെഡി മൂവി സോങ്സാണ് പോവുക. അപ്പോൾ നമുക്കത് വീഡിയോയിൽ കാണിക്കാനും പറ്റില്ല. അതല്ലാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തന്നെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു. ഇനി ഒത്തിരി വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.